ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ വരവിനെ ഏറെ പ്രതീക്ഷയോടാണ് ആരാധകർ കാത്തിരുന്നത്. 2020 കിരീട നേട്ടത്തിന് പിന്നാലെ കോച്ച് രാഹുൽ ദ്രാവിഡ് കളമൊഴിഞ്ഞ ഒഴിവിലേക്കാണ് പുതിയ കോച്ചായി ഗംഭീർ എത്തുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബിയയിൽ നടക്കുന്ന ഏകദിന 2020 പരമ്പരയാണ് പരിശീലകനായുള്ള ഗംഭീറിന്റെ ആദ്യ കടമ്പ. അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയും 2026 നടക്കുന്ന T20 വേൾഡ് കപ്പുമാണ് ഗംഭീറിന് മുന്നിലുള്ള വെല്ലുവിളികൾ. ഈ വെല്ലുവിളികളെല്ലാം മുന്നിൽ നിൽക്കെ എല്ലാ ഫോർമാറ്റിലും ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ഏകദിനവും 3 T20യും ഉള്ള പരമ്പരയിൽ ഏകദിന ടീമിനെ രോഹിത് ശർമ്മയും T20 ടീമിന് സൂര്യകുമാർ യാദവും നയിക്കും. T20 ലോകകപ്പിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ മറികടന്നാണ് ഗംഭീർ സൂര്യയെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുന്നത്. 2 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ എന്നതും ശ്രദ്ധേയമാണ്. BCCIയുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാതിരുന്ന ശ്രേയസ് അയ്യർ ഏകദിന ടീമിലേക്ക് തിരിച്ചു വരുന്നതും ഗംഭീറിന്റെ സ്വാധീനത്തിലാണ്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനാണ് അയ്യർ. അവസാന ഏകദിനത്തിൽ ഓവർസീസ് സെഞ്ചുറി ഉൾപ്പെടെ നേടിയ മലയാളി താരം സഞ്ജു സാംസണ് T20 ടീമിൽ മാത്രമേ ഇടം നേടാനായുള്ളൂ. ഏകദിനത്തിൽ 56-നടുത്ത് റൺ ശരാശരിയുള്ള സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതേസമയം ഋഷഭ് പന്ത് ഏകദിന T20 ടീമുകളിൽ വിക്കറ്റ് കീപ്പറായി ഇടം നേടുകയും ചെയ്തു. സിംബാബ്വെക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർക്കും ടീമിൽ സ്ഥാനം നേടാനായില്ല. എന്നാൽ ഇവരെല്ലാം മറികടന്നാണ് തുടക്കക്കാരനായ റയാൻ പരാഗ് ഏകദിന T20 ടീമിൽ ഇടം നേടിയത്. ഗംഭീറിന്റെ കീഴിൽ ഗംഭീരമാവുമോ ഇന്ത്യൻ ടീമിന്റെ പ്രകടനമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.